ഷേ എക്സൽ ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ ഡോൺ സേവ് കൊടുത്തത്, ഇതാണെങ്കിൽ സേവും ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അത് ഇനി പറ്റാതിരിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട് എക്സലിൽ. ബാ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഈ ഒരു വർക്ക് ബുക്ക് സേവ് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ബുക്ക് 1, നമ്മളെ വർക്ക് ബുക്കിൻ്റെ അല്ലെങ്കിൽ വർക്ക് ഫയലിൻ്റെ നെയിം കാണുന്നത് ബുക്ക് 1 ആണല്ലേ. നമ്മൾ സേവ് ചെയ്യാതെ നമ്മളിത് ഡോൺ സേവ് അടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിത് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് സേവ് ആവും. ഓക്കെ, അതിന് നമുക്ക് സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓപ്ഷൻസിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫയലിൽ നമുക്കിവിടെ അക്കൗണ്ടിൻ്റെ താഴെ കാണാൻ പറ്റും ഓപ്ഷൻ എടുക്കുക. അതിൽ സേവിൽ നമുക്ക് ഇവിടെ ഉണ്ട് സേവ് ഓട്ടോ റിക്കവർ. അവിടെ നിലവിൽ ഇതിൽ കാണാം 10 ആയിരിക്കും, 10 മിനിറ്റ് ആയിരിക്കും കാണാം. അത് മീൻസിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുക, 1 ആക്കുക. ഓക്കെ, 1 മിനിറ്റ് ആക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ഓട്ടോ സേവ് ഇവിടെ ടിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1 മിനിറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഈ വർക്ക് നിലവിൽ സേവ് ചെയ്തിട്ടില്ല. നമ്മൾ ഫയൽ നെയിം കൊടുത്തിട്ടോ അല്ലെങ്കിൽ വർക്ക് ബുക്ക് നമ്മൾ സേവ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ടൈറ്റിൽ കാണാൻ പറ്റുന്നത് ബുക്ക് 1 ആണല്ലേ. ഓക്കെ, ഞാനിതൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഡോൺ സേവ് അടിച്ചിട്ട് ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഡോൺ സേവ് അടിച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വർക്ക് ഫയൽ അല്ലെങ്കിൽ നമ്മളെ വർക്ക് ബുക്ക് അവിടെ ഉണ്ടാവില്ല അല്ലേ. ഓക്കെ, ബട്ട് നമ്മളിപ്പോൾ അവിടെ ഓട്ടോ സേവ് എന്നുള്ളടത്ത് 1 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഡോൺ സേവ് അടിക്കുകയാണെങ്കിൽ നമ്മളിത് ഓട്ടോമാറ്റിക് ക്ലോസ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അവിടെ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. 1 മിനിറ്റിന് ശേഷം നമ്മൾ ഡോൺ സേവ് അടിച്ചിട്ട് ക്ലോസ് ആയി അല്ലേ. നിലവിൽ നമ്മൾ ആ വർക്ക് ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വർക്ക് ബുക്ക് സേവ് ചെയ്തിട്ടില്ല. ഇവിടെ നോക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും റീസെൻ്റ്ലി നമ്മൾ ആ ബുക്ക് 1 എന്നുള്ളത് ഇവിടെ കാണില്ല, കാരണം സേവ് ചെയ്തത് മാത്രമേ നമുക്ക് ഇവിടെ റീസെൻ്റ്ലി നമുക്കിവിടെ കാണിക്കുള്ളൂ. ഇനി അത് എവിടെ നിന്നാണ് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുക എന്നുള്ളത് നോക്കാം. ഇവിടെ ഫയലിൽ ഓപ്പണിൽ വരിക. ഓപ്പണിൽ നമുക്ക് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ പറ്റും റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ലാസ്റ്റ് അൺസേവ് ചെയ്യാതാണോ ബുക്ക് 1 അൺസേവ്ഡ് വർക്ക് ഫയൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആണോ നമ്മൾ സേവ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള അതേ സെയിം വർക്ക് നമുക്ക് എന്ത് ചെയ്യാം കണ്ടോ, നിലവിൽ ബുക്ക് 1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ടൈം നമ്മുടെ അൺസേവ്ഡ് ഫയലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് 14 ദിവസം മാത്രമേ നമുക്കിതിൽ സേവ് ആയിട്ട് നിൽക്കുള്ളൂ. അതിന് നമുക്കൊരു ചെറിയ ചേഞ്ച് വരുത്താം. ഫയലിൽ പോയിട്ട് ഓപ്ഷൻസിൽ വീണ്ടും സേവ് എടുക്കുക. സേവിൽ ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ഡേ ടു കീപ്പ് ഫയൽ. നമ്മൾ ഈ ഒരു ഫയൽ എത്ര ദിവസം കീപ്പ് ചെയ്യാം, ഇവിടെ മാക്സിമം നമുക്ക് 30 days ആണ് നമുക്ക് ഇവിടെ ആക്കാൻ പറ്റുക, അതിൽ കൂടുതലാക്കാൻ പറ്റില്ല. അതായത് നമുക്ക് മാക്സിമം ഇത് 30 ദിവസം വരെ നമുക്ക് ഈ ഒരു സേവ് ചെയ്യാത്ത വർക്ക് ഫയൽ നമ്മൾ അതിൽ സ്റ്റോർ ആയിട്ട് നിൽക്കും.